എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്രയിലാണ് അല്ലേ? എവിടെയാണ് നമ്മൾ പോകുന്നത്? ആൽബിന്റെ വീട്ടിലല്ലേ? ആൽബിൻ എന്നാണ്, തൊമ്മെന്നാണ് എന്നെ വിളിക്കല്. അതെ അതെ, അവനെ പറയാതെ അവന്റെ വീട്ടിലോട്ട് ഫാമിലി ആയിട്ടൊന്ന് പോകുന്നതാണ്. റോഡിന്റെ രണ്ട് സൈഡുകൾ റബ്ബർ തോട്ടമാണ്, ഫുള്ള് റബ്ബർ ആണ് ഇങ്ങോട്ട് തൊട്ട്. ഇവിടുന്ന് ഒരുപാട് ഇടുക്കിന്നും പത്തനംതിട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിയ കർഷകരാണ് ഇവിടെ കൂടുതലും. നല്ല നല്ല വീടുകളാണ് അല്ലെ? റോഡ് സൈഡിലെ വീടുകളെ കാണിച്ചു കൊടുത്താൽ നല്ല നല്ല വീടുകളും കാര്യങ്ങളുമാണ്. എല്ലാവരും കർഷകരാണ് ഈ ഭാഗത്തുള്ളവരും. കൃഷി ചെയ്തിട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് കൂടുതലും. എല്ലാവർക്കും ഇഷ്ടം പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നവർ. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അല്ലെ? ഇവിടെ തെയ്യം കിടക്കുണ്ടാവാറുണ്ട്. അങ്ങനെ നല്ലൊരു ഒരു ഒരു പോകുന്ന കാഴ്ചകളൊക്കെ നമുക്കൊരു ഗ്രാമീണ കാഴ്ചകളാണ് ആൽബിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ വരും. വണ്ടിയൊക്കെ പൊതുവെ കുറവാണ് ഈ റോഡിൽ, വളരെ കുറവ് വണ്ടികളെ പോകുന്നുള്ളൂ. ബസ്സൊക്കെ സർവീസ് നടത്തുന്ന റോഡ് തന്നെയാണ്, എന്നാലും പൊതുവെ വണ്ടികൾ കുറവാണ്. ശാന്തമായ അന്തരീക്ഷമാണ്. ഇവിടെ ഒരു പാലമുണ്ട് അല്ലേ? ചെറിയൊരു പാലം, പഴയ കാലത്തുള്ളൊരു പാലം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, മലയോര പ്രദേശത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെയുള്ള രാജഗിരി, ജോസ്ഗിരി, കോഴിച്ചാല് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്കൂളാണ് അത്, കോഴിച്ചാല് സ്കൂൾ. ഞാനൊക്കെ പഠിച്ചത് അവിടെയാണ്, കോഴിച്ചാല് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ. നല്ലൊരു സ്കൂൾ, ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഏകദേശം സ്കൂളിൻ്റെ അടുത്ത് എത്താറായി. ഒരു 1/2 കിലോമീറ്ററോടെ പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളെത്തും. എന്താണ് റോഡിൻ്റെയൊക്കെ ഒരു ഭംഗിയല്ലേ, കാഴ്ചകൾ. നമുക്കിത് അത്ര ഭംഗിയായിട്ട് തോന്നില്ല, കാരണം പുറമേ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് അവർക്ക് അനുഭവപ്പെടും. കാരണം അവർ കാണാതെ കാണുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ല അല്ലേ? നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നമ്മളെ നാട് തന്നെ അല്ല അല്ലേ? പിന്നെ സൈഡിലുണ്ടോ പള്ളി? ഇവിടുന്ന് കുറേ പള്ളികളൊക്കെ ആണോ, ചെറിയ ചെറിയ കൊച്ചു പള്ളികളൊക്കെ നമുക്ക് റോഡ് സൈഡുകളിലായിട്ട് കാണാൻ പറ്റും. സ്കൂൾ ഏകദേശം എത്താറായി. ഞാൻ ഇവിടെയാണ്, ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ +2 കാലയളവ് ഞാൻ പഠിച്ചത് GHSS കോഴിച്ചാൽ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിച്ചാലാണ്. അതിന്റെ കവാടമാണ് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണാൻ പറ്റുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്ത കവാടം. ഒരുപാട് കുട്ടികൾ നല്ല രംഗത്തും മറ്റും കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാവരും കഴിവ് തെളിയിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു വളരെ ഉയരങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും മലയോരത്ത് കായികത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ കായിക മേഖലയിൽ അതുപോലെ ഒരുപാട് പ്രസിദ്ധി ആർജിച്ച ആൾക്കാർ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള ഈ ഒരു റോഡാണ് നമുക്ക് തൊമ്മന്റെ വീട്ടിലോട്ടുള്ള റോഡ്. ഇവിടെ അതുപോലെ തന്നെ ഒരു മിൽമ ബൂത്ത് ഉണ്ട്. തികച്ചും നാടൻ പ്രദേശം. നമ്മൾ പഴയ ശ്രീനിവാസ സിനിമകളിൽ കാണുന്ന പോലത്തെയുള്ള അതേപോലെയുള്ള സെക്ടറാണ്. നാടോടിക്കാറ്റും അക്കരെ പട്ടണ പ്രവേശം അങ്ങനെയുള്ള സിനിമകളിൽ കാണുന്ന പോലത്തെയുള്ള അതേ ആ ലൊക്കേഷനിൽ കാണുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അത്രയും ഉദ്ദേശിച്ചത് അത്രയും നാടൻ വശ്യതയുള്ള പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. നല്ല കുന്നുണ്ടോ? നല്ല കുന്ന്, സ്റ്റഡി ആയിട്ടുള്ള കുന്നാണ്. ഫസ്റ്റ് ഇട്ടാളെ വണ്ടിക്ക് കയറുള്ളൂ. ഇപ്പം പശ്ചിമിക്കടവർ കാണാറുണ്ട് ഇത്ര വലിയ സ്റ്റഡി കുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അങ്ങനെ വളഞ്ഞു കയറുന്ന ഒരു ഹെയർപിൻ വളവില്ലേ. ഇനി കുറച്ച് ഓഫ് റോഡ് ചെയ്യാനുണ്ട്. എന്നാലും അവന്റെ വീട്ടിലേക്കുള്ള യാത്ര കുറച്ച് ഓഫ് റോഡ് കൂടി നടത്തണം. ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാം, ഏകദേശം അവർ കണ്ടിട്ടുള്ള തന്നെയാണ്. എന്റെ ഫാമിലിയായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതൊരു അവന്റെ വീട്ടിലേക്കുള്ള ഒരു റോഡാണ്, പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കുന്ന റോഡാണ്, നല്ല റോഡാണ്. അപ്പൊ അതുവഴി നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റും. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടെ ഫുള്ള് മരങ്ങൾ തിങ്ങി ഒരു ഫോറസ്റ്റിനുള്ളിലോട്ട് പോകുന്ന ഒരു പ്രകൃതി അല്ലേ? ഇതാണ് അവസ്ഥ. റോഡിന്റെ കുറച്ചിങ്ങനെ പോകാനുണ്ട് ഓഫ് റോഡ് ചെയ്തിട്ട്. കാരണം ഇവിടെ വെള്ളച്ചാട്ടം കണ്ടോ റൈറ്റ് സൈഡിൽ കണ്ടാ? നല്ല രസമാണ്. ഇങ്ങനെ കുറെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും വീട്ടിലോട്ട്. ഈ റോഡ് ഇത്തിരി ശോക, കുറച്ച് ദൂരം വരുമ്പോ ഇത്തിരി ശോക. അത് മാത്രമാണ് ഒരു പ്രശ്നം. അത് ഇതും കൂടെ ടാർ ചെയ്തിട്ടാണല്ലോ. അവിടെ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിന് വെച്ചോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കൊടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൊടംപുളിയുടെ കുറെ മരമാണ് തോന്നുന്നു. നമ്മളെ മേലെ കൊടംപുളിയുടെ മരമാണ്. അപ്പൊ അത്രയും രസമുള്ള ഒരു സ്ഥലമാണിത്. നമ്മള് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇറക്കത്തിൽ തന്നെയാണ് അവന്റെ വീട്. റോഡ് ഈ കാണുന്നതാണ് തൊമ്മന്റെ വീട്. ഒരു ഫോട്ടോ എടുത്ത ലാൻഡ്സ്ലൈഡിൽ വീട് ഇത്ര മനോഹരമാക്കിയ ഒരു റിസോർട്ട് സെറ്റപ്പ് വീടാണ്.
ഹായ്, ഹൗ ആർ യു? എന്തുണ്ട് വിശേഷങ്ങള്? സർപ്രൈസ് ആയി പോയി അല്ലേ? ഓക്കെ. മോളെ പേരെന്താ? പേര് വരത്തില്ല. ഇത് എവിടെ നിന്ന് വാങ്ങി? ഇത് നല്ല വലിപ്പുണ്ടല്ലോ അല്ലേ? 50 ഇഞ്ചല്ലേ ഇത്? 40 അല്ലേ? ഞാൻ ഇന്ന് പോലും നാളെ പോവാണ്. നല്ല മഴയാണല്ലേ? എന്താ മഴ, എരുമുണ്ടായ പോലെ അല്ല, തിരിച്ചു പോകുമ്പോഴുള്ള കാലാവസ്ഥ. അപ്പൊ നമ്മളെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവർ വീഡിയോസൊക്കെ കാണുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.